ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ ഇത്. അതായത് അരങ്ങേറ്റ ദിവസമാണേ. സോ അരങ്ങേറ്റത്തിൻ്റെ അന്ന് 3:30 ആയപ്പോഴത്തേനും എഴുന്നേറ്റ് റെഡി ആയിട്ട് ദേവുടെ അമ്മമ്മ, അച്ഛൻ, അമ്മ, അച്ഛൻ അങ്ങനെ എല്ലാവരും കൂടെ ആയിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിലെടുത്താണ് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അവരുടെ പാരൻസിൻ്റെ കൂടെ അവിടെ എത്തിച്ചേരണം. 3:30 4 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തിച്ചേരണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ അവിടെ എത്തി മേക്കപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. മേക്കപ്പ് ചിലങ്ക് കിട്ടുന്നത് കണ്ടോ, അച്ഛനാണ് ചിലങ്ക് കെട്ടി കൊടുക്കുന്നത് കേട്ടോ, സെറ്റായി കൊടുക്കുന്നത്. അങ്ങനെ മേക്കപ്പ് കഴിഞ്ഞു. അമ്പലത്തിൻ്റെ സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആകെ വേറൊരു മുഖച്ഛായ ആയിട്ടുണ്ട് ദേവുവിന്. നല്ല രസമുണ്ടായിരുന്നു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ. ഈ വേഷത്തിലുള്ള കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തന്നെ ആ സമയമായപ്പോഴാണ്, മേക്കപ്പിന് ഞങ്ങൾ പോയില്ല, ആ സമയമായപ്പോൾ ഒരുങ്ങി റെഡി ആയിട്ടോ. അതായത് 8:45 ആയപ്പോഴത്തേനും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. സ്റ്റേജിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു, അതായത് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു റൂം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ, അടിപൊളിയായിരുന്നു. നല്ല അടിപൊളിയായിട്ട് കളിച്ചു. എനിക്ക് എന്തൊക്കെയോ ഭയങ്കര ഒരു സങ്കടം വരുമായിരുന്നു കേട്ടോ. അനിയത്തിയുടെ അരങ്ങേറ്റം ഇവിടെ തന്നെ ആയിരുന്നു. അവൾ കളിച്ചപ്പോഴും അത് എനിക്ക് കരച്ചിലൊക്കെ വരുമായിരുന്നു. അപ്പോൾ ദേവും കളിക്കുമ്പോഴും എന്തൊക്കെയോ മനസ്സിൽ എന്തൊക്കെയോ പോലെ കേട്ടോ. അതായത് അടിപൊളിയായി കളിച്ചു. എല്ലാവരും നല്ല ഭംഗിയായിട്ട് കളിച്ചു കേട്ടോ. കോസ്റ്റ്യൂമും അതെ, എല്ലാവരും മേക്കപ്പും അതെ, അടിപൊളിയായിട്ടുണ്ടെല്ലാം. ഞാൻ കുറച്ച് അവിടെ എത്തിയ സീറ്റിലിരുന്നപ്പോഴത്തേനും അലമ്പായിരുന്നു കേട്ടോ. എനിക്ക് കാണാൻ കാണാൻ പറ്റൂലേ എന്നൊക്കെ മനസ്സിൽ ഭയങ്കര ഒരു ഇടങ്ങേറായിരുന്നു കേട്ടോ. എന്താ ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഇരിക്കാനായിട്ട് പറ്റുന്നില്ല. ഇരിക്കുമ്പോഴത്തേനും കരയിൽ തുടങ്ങുകയാണ്. നേർവണ്ണം കാണാൻ പറ്റുമോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് നിൽക്കുന്നു. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കരയുന്നുണ്ട്. കരച്ചിലൊന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് ഒരു പൊരി പാക്കറ്റ് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് ഹസ്ബൻഡിനോട്. അപ്പോൾ അത് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ അതിൽ കഴിച്ചിരുന്നു. ഞങ്ങൾ വീഡിയോ അല്ല, ഡാൻസ് കാണുകയും ചെയ്തു. അപ്പോൾ ഇതിൽ ഭംഗിയായിട്ട് കാണാൻ പറ്റി. പൊരിയിലും കഴിച്ചങ്ങനെ ഇരുന്നു. ആ സമയം കൊണ്ട് ഞങ്ങളത് കണ്ടു തീർത്തു പറഞ്ഞില്ലേ. അടിപൊളിയായിട്ട് എല്ലാവരും കളിച്ച് ഭയങ്കര, നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, എല്ലാം അടിപൊളിയായിട്ട് എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. 4-5 ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ 4-5 സെറ്റ് ഓഫ് ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് തന്നെ കളിച്ചു. ഇത് കഴിഞ്ഞിട്ട് മാതൃപൂജ ഉണ്ടായിരുന്നു. മാതൃപൂജേൻ്റെ വീഡിയോ പറ്റുകയാണെങ്കിലും കൊടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാം അടിപൊളിയായി, എല്ലാം നല്ല ഭംഗിയായി. പെട്ടെന്ന് തന്നെ എല്ലാം കഴിഞ്ഞു. പെട്ടെന്ന് തീർന്ന പോലെ തോന്നി കേട്ടോ. അത്രയും ഭംഗിയായിട്ട്. സത്യം പറഞ്ഞാൽ ഒരുപാട് മാസത്തെ ഒരു കാത്തിരിപ്പാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചൊരു മൊമെൻ്റാണ് ഇവിടെ. ഒരുപാട് മാസം മുമ്പേ നിങ്ങളിങ്ങനെ പറയുമായിരുന്നു, ജൂൺ 10 അരങ്ങേറ്റം. അതിനുള്ള ഒരുക്കങ്ങൾ എത്രയോ മുമ്പേ ഞങ്ങൾ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതങ്ങൾ മുന്നിൽ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയാലും നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റിയാലും കൊച്ചൊന്നും അലമ്പാക്കാതെ ഭംഗിയായിട്ട് കാണാൻ പറ്റിയാലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ അവളുടെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഫാമിലി ആയിട്ടും എല്ലാവരും നിന്നിട്ടൊക്കെ ഫോട്ടോസും കാര്യങ്ങളും എടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കൊച്ചലമ്പാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വിശക്കുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. കൊച്ചും ഹസ്ബൻഡും കൂടി മസാല ദോശയാണ് പറഞ്ഞത്. ഞാൻ പൂരിയാണ്. എനിക്ക് ഈ ഉഴുന്ന ഐറ്റംസ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പൂരിയാണ് മിക്കപ്പോഴും ഞാൻ കഴിക്കാറ്. അത് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ യാത്ര ആരംഭിച്ചു. പിന്നെ ബീച്ചിലേക്കാണ് വിട്ടത് കേട്ടോ. നട്ടുച്ചയ്ക്കാണ് കേട്ടോ ഞങ്ങൾ ബീച്ചിലെത്തിയത്. ഒരു 10-12 1 മണി ഒരു ടൈമിലാണ് ബീച്ചിലേക്ക് എത്തിയത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ മഴ ഉണ്ടായിരുന്നില്ല, അതുവരെ മഴയായിരുന്നു. അവിടെ ഏകദേശം എത്താനാകുമ്പോൾ മഴ ഇല്ലാന്നുണ്ടെങ്കിൽ ഇറങ്ങാമെന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. അപ്പോൾ പറ്റിയൊരു ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷെ നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിലും ആ തണുത്ത കാറ്റ് നമുക്ക് ആ വെയിലിനൊരു ആശ്വാസമാണ് കേട്ടോ. കണ്ണിങ്ങനെ ഒരു മഞ്ഞളിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആ വെയിൽ അത്രത്തോളം അറിഞ്ഞില്ല. നല്ല തിരമാലി, നല്ല കാറ്റുണ്ടായതുകൊണ്ട് അടിപൊളിയായിട്ട് നമുക്കത് കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റി കേട്ടോ. കണ്ടോ, ആ തിരമാലേൻ്റെ വരവുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എൻജോയ്മെൻറ്റ് കാണുമ്പോഴത്തേന് പെട്ടെന്ന് പേടിയാവും ചെയ്യും കേട്ടോ, വലിയ തിരമാലകളൊക്കെ വരുമ്പോൾ. ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നെ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഉപ്പിലിട്ടത് അല്ലെങ്കിൽ ഐസ്ക്രീം ഇതൊക്കെ മസ്റ്റാണല്ലോ. അപ്പോൾ അതും ഓരോന്ന് തട്ടി വിട്ടു. പിന്നെ എഗെയിൻ വണ്ടിയിലേക്ക് തന്നെ കയറി. ഇനി ഫുഡ് കഴിക്കാൻ സ്പോട്ട് നോക്കാം കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ വെജ് മീൽസ്, ഫിഷ് മീൽസ്, ബിരിയാണി, മന്തി റൈസ് ഇല്ല, അൽഫാമുള്ള അങ്ങനെ ഒത്തിരി ഐറ്റംസ്, ചപ്പാത്തി, പൊറോട്ട അങ്ങനത്തെ ഐറ്റംസ് ആണുള്ളത് കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങൾ വെജ് മീൽസ്, ഫിഷ് മീൽസൊക്കെ പറഞ്ഞു. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ വെജ് മീൽസ് പറഞ്ഞാൽ മതിയായിരുന്നു. ഫിഷ് മീൽസ് പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിച്ചു കേട്ടോ. നല്ല റേറ്റും ആയിരുന്നു. അതുമാത്രം മെച്ചമുണ്ടെങ്കിൽ തിരക്കിട്ടില്ല, ഫുഡും പോരായിരുന്നു കേട്ടോ. ഏതായാലും ഫുഡ് കഴിച്ച് ഞങ്ങളിതാ പിന്നെ യാത്ര ചെയ്യുകയാണ്.
പിന്നെന്താ നേരെ ഇനി വീട്ടിലേക്ക്, ഇനി വേറെ ഒന്നുമില്ല, വീട്ടിലേക്ക് പോയി. അതിനിടയ്ക്ക് ചായ കുടിച്ചിട്ടോ, അത് വീഡിയോ എടുക്കാൻ മറന്നു. ചായ കുടിക്കാൻ കൂടി ഇറങ്ങി. രാത്രിക്കുള്ള ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ അത്രയുള്ള അരങ്ങേറ്റ വിശേഷങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.